നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോളേജിലെ ഇടിമുറികളിൽ ചെറുപ്പക്കാരെ കൊണ്ടുപോയി ഇടിച്ചിഞ്ച പരിവമാക്കുന്ന SFI പിണറായിക്ക് നല്ല പിള്ളകളാണ്. SFIക്കെതിരെ നിരന്തരം വിമർശനങ്ങളും വിവാദങ്ങളും വന്നപ്പോഴും വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരുന്ന പാർട്ടിയാണ് CPM. കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ കൊലവിളിയാണ് SFI നടത്തുന്നത്. ഇത്തരത്തിൽ ഒരു ക്രിമിനൽ സംഘമായി SFI മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ ക്രിമിനലുകളെ ഇപ്പോൾ ഉപദേശിച്ച് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി SFIയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. വലിയ വിവാദത്തിനാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ഇവരെ ക്രിമിനലുകളാക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെട്ട CPM നേതാക്കളാണ് എന്നാണ് ഇപ്പോൾ വിമർശനം വന്നിരിക്കുന്നത്. അങ്ങനെ ആരും SFIയെ കയറി തോണ്ടാൻ നിൽക്കണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് DYFIക്കാരും SFIക്കാരും ഒക്കെ ചെടിച്ചട്ടിയും ഹെൽമറ്റുമൊക്കെ എടുത്ത് മറ്റുള്ളവരുടെ തലതല്ലി പൊളിക്കുമ്പോൾ അത് രക്ഷിക്കൽ പ്രവർത്തനമാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണല്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ SFIയെയൊക്കെ എന്ത് ചെയ്യാനാണ് ഈ സർക്കാർ? അവരെ ചേർത്ത് നിർത്തുക തന്നെ. കാരണം പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും കുറെ എണ്ണം വേണമല്ലോ. അതാണ് ഈ DYFI SFI സംഘമൊക്കെ. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് SFIക്ക് തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഉപദേശമാണ്. അപ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉപദേശിച്ച് നന്നാക്കാൻ മാത്രം പിണറായി വിജയൻ എന്താ പാസ്റ്ററാണോ എന്നുള്ള ഒരു പരിഹാസം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. കാര്യവട്ടത്ത് കഴിഞ്ഞ ദിവസം നടന്നത് എന്താണ്? ഒരു കുട്ടിയെ മുഖത്ത് ബെൽറ്റ് കൊണ്ടടിക്കുകയും തുപ്പിയിട്ട വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഘത്തെയാണ് പിണറായി വിജയൻ ഉപദേശിക്കാൻ ചെന്നത്. SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു പിണറായി വിജയൻ SFIയെ തലോടിക്കൊണ്ട് ഒന്ന് ഉപദേശിച്ചത്. നിങ്ങൾ ഇപ്പോൾ തുടർന്നു പോകുന്ന രീതിയിൽ സംശുദ്ധമായ രീതികൾ തുടരുക. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതിരിക്കുക. തെറ്റിനെതിരെ നല്ല തോതിൽ പടപൊരുതുന്ന നില സ്വീകരിക്കുക. ബെസ്റ്റ്. നല്ല ഒന്നാം തരം ഉപദേശമാണ്. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ഇപ്പോഴുള്ള രീതിയിൽ സംശുദ്ധമായ രീതി തുടരുക എന്ന്. എന്ത് സംശുദ്ധമായ രീതിയാണ് SFI കലാലയങ്ങളിൽ തുടരുന്നത്? കുറെ കുട്ടികളെ തല്ലുന്നതും കൊല്ലുന്നതുമാണോ? അതാണോ ഇവരുടെ രീതി? അതിന് വളം വെച്ചു കൊടുക്കുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ക്രിമിനലുകളാണ്, തറ ഗുണ്ടകളാണ് ഈ SFIയിലുള്ളത്. അവരുടെ തനിക്കൊണം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലകൾ നശിപ്പിക്കുന്നത് ഈ ഒരു കൂട്ടമാണ്. എന്നിട്ടും അവരെ ചേർത്ത് നിർത്തിയാണ് പിണറായി വിജയന്റെ ഉപദേശിക്കൽ. ഈ ഉപദേശിക്കലും മറ്റേ പരിപാടിയും കൂടെ ഒരുമിച്ച് വേണ്ട പിണറായി എന്ന് സോഷ്യൽ മീഡിയ എടുത്തിട്ട് കുടയുന്നുണ്ട്. പിന്നെ ഏതു തെറ്റിനെതിരെയാണ് നല്ല രീതിയിൽ SFI പടപൊരുതിയിട്ടുള്ളത്? എന്ത് തെറ്റിനെതിരെ, സർവകലാശാലകളിൽ നടക്കുന്ന എന്ത് തെറ്റായ നീക്കത്തിനെതിരെ ഈ കൂട്ടർ ശബ്ദമുയർത്തിയിട്ടുണ്ട്? തെറ്റ് കാണിക്കുന്നതേ ഇവർ തന്നെയാണ്. SFIയുടെ പ്രത്യേകത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് മുഖ്യമന്ത്രി ആശംസിച്ചിരിക്കുന്നത്. ഏറെ ആക്രമണങ്ങൾ നേരിട്ടിട്ടും SFI എന്ന പ്രസ്ഥാനം ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. ബെസ്റ്റ്. അപ്പോൾ പൂക്കോട്ട് സിദ്ധാർത്ഥന്റെ ജീവൻ എടുത്തത് ആരാണ്? അതിന് പിണറായി വിജയൻ ഒന്ന് മറുപടി പറഞ്ഞേ. ആ ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ച് ഇഞ്ചപരുവമാക്കി കെട്ടിത്തൂക്കിയത് SFIക്കാരാണ്. പ്രതികളെല്ലാം SFIക്കാരാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല എന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത്? ഒരാളെ പോലും അപായപ്പെടുത്തിയിട്ടില്ല എന്ന് SFI. പിണറായി വിജയൻ തന്നെ പറയണം. ഈ കണ്ണടച്ചിരുട്ടാക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവരുടെ ഭരണകാലത്ത് നടക്കുന്നത്. ഇവരുടെ ആൾക്കാർ എന്ത് കാണിച്ചു കൂട്ടിയാലും അതൊന്നും പിണറായി വിജയന്റെ കണ്ണിൽ പെടില്ല. അതെല്ലാം അഥവാ എന്തെങ്കിലും കണ്ടാലോ അതെല്ലാം രക്ഷിക്കലാണ് എന്നാണ് പിണറായി വിജയന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്നത്. ലേശമെങ്കിലും ഉളുപ്പുണ്ടോ മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താൻ? കേരളം പൊട്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയൊന്നുമല്ല. അവരുടെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് പൊട്ടരാക്കാമെന്ന് പിണറായി വിജയൻ കരുതരുത്. ആരെയും അപായപ്പെടുത്തിയിട്ടില്ല, ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് സംഘടനയ്ക്ക് അഭിമാനിക്കാമെന്ന്. ഇതിലും ഉളുപ്പില്ലാത്ത കുറെ വർഗം വേറെ കാണില്ല. പിന്നെ SFIയുടെ കുറെ പഴയ ചരിത്രം കൂടി പിണറായി വിജയൻ എടുത്ത് വിളമ്പിയിട്ടുണ്ട്. ക്യാമ്പസുകളിൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തിരികെ അക്രമത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങാത്തത് അഭിനന്ദനാർഹമാണെന്ന്. കൊള്ളാം. മുൻപ് SFI നല്ല ഒരു പ്രസ്ഥാനമായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ കലാലയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘമാണ്. എന്നാൽ ഇപ്പോൾ കുറെ എണ്ണം, കുറെ കൊടും ക്രിമിനലുകൾ കയറി ഈ പ്രസ്ഥാനം നശിപ്പിച്ചു. അതിൽ അഭിമാനിക്കുകയല്ല, ലജ്ജിക്കുകയാണ് വേണ്ടത്.
പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തിനേയും വക്രീകരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ SFIയെ എങ്ങനെയൊക്കെ മോശമാക്കി കാണിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. തെറ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സംഘടനയാണിത്. ഒന്നിലും പതറാതെ ഇതൊക്കെ നേരിട്ടവരാണ് നിങ്ങൾ എന്നതിൽ അഭിമാനിക്കാമെന്നും മുഖ്യമന്ത്രി തള്ളിയങ്ങും മറിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇവരെ ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയിട്ടും പക്ഷേ ഇപ്പോഴും നട്ടെല്ല് പണയം വെച്ചിട്ടില്ലാത്ത ഒരു കൂട്ടർ SFIയെ വിമർശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി നേതാക്കൾ ആൾമാറാട്ട കേസിൽ ഉൾപ്പെടുന്നതും ജില്ലാ നേതാക്കൾ വരെ ലഹരിക്ക് അടിമപ്പെടുന്നതും സംഘടനയെ ബാധിച്ചുവെന്ന് SFI സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ വിമർശനം വന്നിട്ടുണ്ട്. സംഘടനയിൽ കർശനമായ തിരുത്തൽ നടപടികൾ വേണമെന്നും ബുധനാഴ്ച അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SFIക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ CPM സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് സ്വയം വിമർശനം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടയാൾക്ക് പകരം SFI ഏരിയ സെക്രട്ടറിയുടെ പേര് സർവകലാശാലയ്ക്ക് അയച്ചത് വിവാദമായിരുന്നു. കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഉൾപ്പെടെ സർവകലാശാല നടപടിയെടുക്കുന്ന സ്ഥിതിയുണ്ടായി. 2 ജില്ലാ ഭാരവാഹികളടക്കമുള്ളവർ സംസ്കൃത കോളേജിൽ മദ്യപിച്ച് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതും SFIക്ക് അപമാനമുണ്ടാക്കി. SFI നേതാക്കൾ ലഹരിക്ക് അടിമപ്പെടുന്നത് CPM സംസ്ഥാന നേതൃയോഗങ്ങളിലും ചർച്ചയായിരുന്നു. SFI തിരുത്തണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയും തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് SFI സംസ്ഥാന സമ്മേളനത്തിലെ കുറ്റസമ്മതവും തിരുത്തലിനുള്ള ആഹ്വാനവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.